ഇന്നത്തെ പാടുപെട്ട് ക്ലാസ് വെച്ച് ഇവിടെ നിന്ന് ബാലചികിത്സ കൂടാതെ എന്തെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പ്രശ്നങ്ങളോ വീട്ടിലോ അല്ല നിങ്ങൾക്ക് ബിസിനസ് പരമായിട്ട് ഇല്ലെങ്കിൽ ഞാൻ പറയാം. നന്നായിട്ട് മുടി വളരാനുള്ള എണ്ണ എഴുതിയിട്ട് ബിസിനസ്സിൽ കാര്യം കൊടുത്ത പൈസ എത്തില്ലേ? നമുക്ക് ഉപയോഗിക്കാനും പാടില്ല. എഴുതിയെടുക്കും മുടി ഉണ്ടാകാനുള്ള ഞാൻ ആദ്യം എൻ്റെ എള്ളെണ്ണ ഒറിജിനൽ എള്ളെണ്ണ ഒറിജിനൽ എള്ളെണ്ണ എള്ളിൻ്റെ ആട്ടിയ എണ്ണ വേണം. നിങ്ങളാരെണ്ണം മേടിച്ച് വിളക്കെണ്ണങ്ങളൊക്കെ മറ്റേ എണ്ണ മേടിച്ച് കുഴപ്പമില്ല. നിങ്ങൾ മേടിക്കുമ്പോൾ എള്ളെണ്ണയ്ക്ക് എന്നാ വില എന്നറിയാവോ? അല്ല, കാലെണ്ണിൻ്റെ എണ്ണയ്ക്ക് 900 രൂപയാണ് ഒറിജിനൽ. 1 കിലോയ്ക്ക് 900 രൂപ കാലെണ്ണ. ചിറ്റളിൻ്റെ എണ്ണ എന്നാ വില എന്നറിയാവോ? 750 രൂപയാണ് 1 ലിറ്ററിന്. അന്ന് 150 രൂപയുടെ എണ്ണ മേടിച്ച് കാഴ്ച തലത്തെ മുടിക്കണ പോകും. തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഒരു വിടക്ക് സാധനം എള്ളെണ്ണ നല്ലതായിട്ട് 1 കിലോ എടുക്കാം. ചിറ്റള്ളു മതി. അല്ല, കാരളോ ചിറ്റള്ളോ ആകാം. രണ്ടും കാരളിനാണ് കുറച്ചുകൂടെ ഗുണം കൂടുതൽ. അന്നേരം എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് തണുപ്പ് കൂടുതലാണ്. ചിറ്റള്ളാണെങ്കിൽ ആ ദോഷം കൂടെ ഉള്ളൂ. ഗുണവും കിട്ടും, അധികം തണുപ്പ് പോയില്ല. എള്ള് കാരളിന് തണുപ്പ് കൂടുതൽ. വലിയ എള്ള് ചിറ്റള്ള ചെറുപ്പം വലിപ്പം കുറവ്. ചിറ്റള്ള് കാരള് വെള്ളയെള്ള് ഒത്തിരി സൈസ് എള്ളത്. വെളുത്ത എള്ളുണ്ട്, ചിറ്റെള്ളുണ്ട്, കാരളുണ്ട്, വയലെള്ളുണ്ട്, പുല്ലെള്ളുണ്ട്, എള്ളുകൾ ഒത്തിരി ഉണ്ട്. എണ്ണയില്ലാത്ത എള്ളുണ്ട്, കാട്ടെള്ളുണ്ട്. കാട്ടെള്ളിന് ഒട്ടും എണ്ണയില്ല. എന്തോരം അടിയാൽ ഒരു തുള്ളി എണ്ണ കിട്ടില്ല. പുല്ലെള്ളെന്ന് പറഞ്ഞ എണ്ണ ഉണ്ട്, വെള്ളമുണ്ട്. അത് തമിഴ്നാട്ടുകാർ ഈ ഉണ്ടിയിട്ട് എണ്ണയില്ല. പുല്ലെള്ള അതിനകത്ത് എണ്ണയില്ല. എന്നാലും അതിന് രുചിയുണ്ട്. പലഹാരങ്ങൾക്കൊക്കെ ചേർക്കാം. കാരലിൻ്റെ എണ്ണ 1 ലിറ്റർ. ദശപുഷ്പം ഇടിച്ച് പിഴിഞ്ഞത് 1/2 ലിറ്റർ. എല്ലാം സമമായിട്ട് എടുത്തിട്ട് ദശപുഷ്പം പറയണോ? ഇടിച്ചു പിഴിഞ്ഞത് 1/2 ലിറ്റർ. ഡോക്ടർ ഒന്ന് പറഞ്ഞു കൊടുത്തത് ദശപുഷ്പം നമുക്ക്. ദശപുഷ്പം അറിയാമെന്ന് പറഞ്ഞാൽ മാ പറഞ്ഞേ. മുക്കുറ്റി, എഴുതാ നിലപ്പന, അറിയാമല്ലോ. എഴുതടാ, പറഞ്ഞോണ്ട് എഴുതടാ. അറിയാമെന്ന് പറയാമെന്നേ, ബാക്കി ഞാൻ പറയും. മുക്കുറ്റി, നിലപ്പന, മുയൽച്ചെവിയൻ, പത്തെണ്ണം വിളിച്ചാൽ ഇന്ദ്രവല്ലി, പള്ളി ഒഴിഞ്ഞാ ഇന്ദ്രവല്ലി എന്ന് മറ്റേ പറഞ്ഞാൽ അവിടെ മേടിച്ചു പോകും. എഴുതിയോ? കയ്യുണ്ണിയം എഴുതിയോ? കയ്യുണ്ണില്ലേ? ആ, കറിവേപ്പില എഴുതുക. ചെറുപുളി എഴുതിയാ? ഇല്ല. ചെറുപുളി എഴുതുക. എത്രണ്ണായി? അതാണ് ദശപുഷ്പം. 9 മുക്കൂറ്റി, നിലപ്പന, മുയൽച്ചെവിയൻ, പൂവാങ്കുരുന്നില, വിഷ്ണുക്രാന്തി, വെള്ളിയൊഴിഞ്ഞ, കയ്യുണ്ണിയം, കറുക, ചെറുപുള, തിരുതാളി. തിരുതാളിയിൽ ചുട്ടു തിരുതാളി നേതാണ്. വെള്ള തിരുതാളി ഉണ്ട്, പിന്നെ ചുവന്ന തിരുതാളി. അതിൽ വെള്ള തിരുതാളി ചുട്ടി തിരുതാളിയാണ് പവർ കൂടി. ഇലയും തണ്ടും വെയിലും ഒക്കെ എടുക്കും. ദശപുഷ്പത്തിൻ്റെ എല്ലാ ഭാഗവും എടുക്കാം. ശരിക്കും വൃത്തിയാക്കി കഴുകി കുരി മുറുക്കി ഇടിച്ചു കഴിഞ്ഞ് ചാറ് കിട്ടും. അച്ചാർ എത്ര? 1/2 ലിറ്റർ. പിന്നെ നീലയാമരി
1 കിലോ നീലയമരി അരച്ചത്, 1 കിലോ വെളുത്ത കയ്യുണ്ണിയും അരച്ചത്. പിഴിഞ്ഞെടുക്കണേ, നീലയമരി പിഴിഞ്ഞെടുക്കണ്ട, കയ്യുണ്ണിയും പിഴിഞ്ഞെടുക്കണം, അരച്ച് പിഴിഞ്ഞെടുക്കണം. അരച്ച് പിഴിഞ്ഞത്. ദശപുഷ്പത്തിൽ കയ്യുണ്ണിയും കൂടാതെ. ത്രിഫല, നെല്ലിക്ക, താണിക്ക, കടുക്ക. അടുത്ത് കൽക്കനാണ്. ഇപ്പൊ വെള്ളം എണ്ണയാണ് പറഞ്ഞത്. അടുത്തത് അതിനകത്ത് അരച്ച് ചേർക്കാനുള്ള കൽക്കൻ. ത്രിഫല, ഇരട്ടി മധുരം, ത്രിഫല, ഇരട്ടി മധുരം, ആലിൻ്റെ വേട്, പേരാലിൻ്റെ വേട്. വേടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൂക്കി കിടക്കണം. വേട് വേടെന്ന് പറഞ്ഞാൽ മുകളിലുള്ള വേര്, അടിയിലേക്കുള്ള വേരല്ല. പേരാല് വെള്ളിയായിട്ട് വരുന്നത്. അതിൻ്റെ വേട്. ഇത് അരച്ചെടുക്കണം. നീലയമരി അരച്ചത്, അത് കൽക്കല്ലേ? അരച്ചത് സൂര്യസ്ഫുടം ചെയ്യണം. സൂര്യസ്ഫുടം എന്ന് വെച്ചാൽ വെയിലത്ത് വെച്ച്, ഉണക്കമല്ല, 2 ദിവസം വെയിലത്ത് വെക്കണം. നമ്മൾ വെയിലത്ത് വെച്ച് ഇളക്കി എടുത്താൽ മതി. കേടാകാൻ ഒരു 1/4 കിലോ എണ്ണ അതിനകത്ത് ഒഴിക്കണം. എന്നിട്ട് ഇവ എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് മണത്തിന് വേണമെങ്കിൽ മാമ്പൂ അരച്ച് ചേർക്കാം. ഭയങ്കര ഗുണമാണ് മാമ്പൂ അരച്ച് ചേർക്കാം മണത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് മെഴുക് അവസാനം അരച്ചെടുക്കണം. പാകം വളരെ ശ്രദ്ധിക്കാനുണ്ട്, കത്തിപ്പോകരുത്. ഇരുമ്പ് ചീൻചട്ടിയിൽ വേണം ഇത് ഉണ്ടാക്കിയിട്ട്. കരിനീല നിറായിരിക്കും. എണ്ണ കാശെടുക്കും. സൂപ്പർ സാധനമാണ്. മുടിയുണ്ടാകും. ഉണ്ടാക്കിയിട്ടുണ്ടോ? വീട്ടിലുണ്ടോ? മെഴുക് ഭാഗം ഇത് നിങ്ങൾ ഉണ്ടാക്കണം. നമുക്കിവിടെ ഉണ്ടാക്കാം. നിങ്ങൾ ഒരു ദിവസം പോവാം, നമുക്ക് എല്ലാവരും കൂടെ ഉണ്ടാക്കാം. അത് ബിസിനസ്സാണ്. ഓരോരുത്തർ സാധനം ആർക്ക് കൊടുത്താലും അതിൻ്റെ അയലക്കത്തുകാരും ചോദിക്കും, വീട്ടുകാരും ചോദിക്കും. ഉണ്ടാക്കി കൊടുത്ത് വിറ്റ് കാശ് മേടിച്ച് വണ്ടിക്കൂലി കൂട്ടി വേണം വരാൻ. പിന്നെ മോന് താടി ഉണ്ടാകാനും മീശ ഉണ്ടാകാനും എള്ളെണ്ണ, ഇരട്ടി മധുരം ചേർത്ത് കാച്ചണം. ഇരട്ടി മധുരം അരച്ചെടുക്കണം. പശുവിൻ്റെ പാലും ചേർത്ത് കാച്ചണം. ഒരു 100 മില്ലി അല്ലെങ്കിൽ 200 മില്ലി എള്ളെണ്ണ, ഒരു 1/2 ലിറ്റർ പശുവിൻ്റെ പാല്, ഒരു 20 ഗ്രാം ഇരട്ടി മധുരം അരച്ചത്. എള്ളെണ്ണ എടുത്തു, ഇരട്ടി മധുരം ചേർത്ത് അരച്ച് പശുവിൻ പാല് ചേർത്ത് എന്നിട്ട് വെള്ളം ചേർത്ത് അരയ്ക്കും. അല്ലെങ്കിൽ പൊടിച്ച് നന്നായിട്ട് പൊടിച്ചിട്ടാലും മതി. എന്നിട്ട് ഇത് കാച്ചി അരച്ചെടുക്കണം. മൃദുഭാഗം, നസ്യഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഴുക് കഴിയണം, അരക്കാവരുത്. തീരെ കുറഞ്ഞു പോയാൽ ജലദോഷം പിടിക്കും. അപ്പോൾ അരക്കാദ്യം വാങ്ങണം. ഈ എണ്ണകൾക്കെല്ലാം ഭയങ്കര പാകകർശനമുണ്ട്. പാകം തെറ്റിപ്പോയാൽ ഗുണം തെറ്റിപ്പോകും. നമുക്കിവിടെ ഉണ്ടാക്കുന്ന പ്രാക്ടിക്കൽ വീട്ടിലത് നമുക്ക് കാണിച്ചു തരാം. ഇത് നസ്യം ചെയ്താൽ മീശയും താടിയും ഒക്കെ നന്നായിട്ട് വരികയത് പ്രായത്താകും. കുടിക്കാനും തേക്കാനൊന്നുമല്ല, നസ്യം ചെയ്യും. പിന്നെ പുറത്ത് തേക്കാനായിട്ട് കരടി നെയ്യ് തേച്ചാൽ നല്ലതാണ്. കരടിയുടെ നെയ്യ് മീശയുടെ ഇവിടെ എത്തിക്കണം. അല്ലെങ്കിൽ പിന്നെ പിന്നെ ലേപനമുള്ളത് ത്രിഫലയും കയ്യുണ്ണി നീരും കൂടെ കൂടി അരച്ച് തേക്കാം. തേച്ചാൽ മുടിക്ക് കരുത്ത് വരും. ഇല്ലാത്തവർക്ക് കാടി ഉണ്ടാവും.
പിന്നെ കൈൻ്റെ നീരിൽ നനച്ചത് ഒരു മുടി 40 വയസ്സ് 50 വയസ്സൊന്നും ആയിട്ട് കഴിച്ചിട്ട് കാര്യമില്ല. ഒരു മീശയും പാഴൊക്കെ വന്യൊരു പ്രായത്തിൽ വളമിട്ട് കൊടുത്താലേ ഉള്ളൂ. നമുക്കൊരു വിത്തവിടെ വേണമല്ലോ. വിത്തിന് വളമിട്ടാലേ നന്നാവുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രായത്തിൽ കുറച്ച് അകലെയും മുകളിലേക്ക് വെള്ളം കൊടുത്ത് ഞങ്ങളുടെ നാട്ടിൽ മുസ്ലിങ്ങളാധികം. അപ്പോൾ അവർക്ക് താടി ഒരു വലിയ ഇതാണ്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഒത്തിരി അവർക്ക് ഫലിക്കേണ്ടി നശിക്കാൻ നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാകാറുണ്ട്. സ്കൂളിൽ പോയി കഴിഞ്ഞാലേ പ്ലസ് ടു കഴിഞ്ഞിട്ടുമ്പോൾ പിള്ളേർക്ക് ഇപ്പോൾ ടെൻഷൻ കൂടുതലായിരിക്കും. അതിനൊക്കെ മറുപടി പറയണം. വൈദ്യനായാലും ഡോക്ടറായാലും നമ്മളോട് ചോദിക്കുന്ന കാര്യത്തിന് നമുക്കൊരു മറുപടി അറിയായിരിക്കും. നമ്മൾ പഠിച്ചിട്ട് ചോദ്യം നമ്മൾ ആദ്യം പഠിച്ചില്ലേ. ആ നമ്മളോട് ചോദിക്കാൻ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾ പൊതു ക്ലാസ് എടുക്കാൻ പോകും. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് നമുക്കറിയാം. പല സ്ഥലത്ത് പോയി പഠിച്ചു വെക്കണമെന്ന്. അത് നമ്മൾ തയ്യാറായി പോകണേ. സെക്കൻഡിനകം പറയും. സെക്കൻഡിനകം പറയുമ്പോൾ അവർക്ക് മുടി ഉണ്ടാകണം, നിറം വയ്ക്കണം, അതുപോലെ പെണ്ണുങ്ങൾക്ക് ചാന്ത ഉണ്ടാക്കണം, പിന്നെ വയറ് കുറയണം, പാറ്റ് കുറയണം, മണ്ണം കുറയണം. അവർ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം നമുക്കറിയാം. എനിക്ക് ഞാൻ കോളേജിൽ പഠിക്കുന്ന ഈ പൊക്കം വെക്കുന്നത് പലർക്കും പല ക്ലാസ് ഏറ്റവും പൊക്കം കുറവിരിക്കാം. പക്ഷെ ഈ പൊക്കം വെക്കണം അല്ലെ നമ്മൾ വിചാരിച്ച പൊക്കം വെക്കും അങ്ങനെ ഐഡിയ എനിക്കില്ല. എനിക്കറിയില്ല ഇങ്ങനെ തന്നെ ഇങ്ങനെ പൊക്കം വെക്കുന്നതല്ല. പക്ഷെ അവധിക്കാലത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ കുറച്ച് തന്നെ വിരോധം ഉണ്ടായിട്ടുണ്ട്. മീശയുടെ കാര്യത്തിൽ ഭയങ്കര കൺസേണായിരുന്നു. ആരോട് നമ്മളെക്കുള്ള പിള്ളേരല്ലല്ലോ, ചിലർക്ക് മീശ ഉണ്ട്. എനിക്കത് ഭയങ്കര കോംപ്ലക്സ്. അത് പിന്നെ എന്ത് ചെയ്ത് എനിക്കറിയാവുന്ന പറയുന്നത് എല്ലാ ദിവസവും ഷെയ്വ് ചെയ്യും, എല്ലാ ദിവസവും ഷെയ്വ് ചെയ്യും. അങ്ങനെ മീശ ചിരട്ടക്കരിയും കയ്യുണ്ണിയും കൂടെ തേച്ചാൽ നാടിക്ക് കറുപ്പ് വരും. ചിരട്ടക്കരിയും കയ്യുണ്ണിയും ചേർത്ത് മുടിക്ക് നിറം കുറഞ്ഞവർക്ക് ഈത്തപ്പഴത്തിൻ്റെ കുരു ഈത്തപ്പഴത്തിൻ്റെ കുരു കരിച്ചിട്ട് കൊടുക്കാം. അതിനെ തേക്കാൻ കറക്കാനോ നമ്മുടെ ഞാൻ ആ മോള് പറഞ്ഞ എണ്ണയില്ലേ, ആ എണ്ണ നിറം വരും. നിങ്ങളുടെ ഒക്കെ കൂടി ഈസി ആയിട്ട് നിറമാവും. ഇപ്പോൾ ഉണ്ടാക്കിയ ദശപുഷ്പം കിട്ടാനേ പാടുള്ളൂ. എല്ലാവരും സെറ്റാക്കി എല്ലാവരും കൂടെ കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പം നമുക്കൊരു 20 ലിറ്റർ എണ്ണ ഉണ്ടാക്കണമെങ്കിൽ 500 പാത്രം അപ്പോൾ വരും. ഇവിടെയുള്ള വെച്ച് നടക്കുള്ളൂ. നമുക്കൊരു വാടക എടുത്ത പിന്നല്ലാതെ അപ്പോൾ ആ സമയത്ത് നമ്മൾ 50 ലിറ്റർ സാധനം ഇരുമ്പിന്റെ ചട്ടി ഇത്രയും പണി ഒപ്പിക്കാൻ നമുക്കൊരു സാധനം വാങ്ങാനോ. ഇരുമ്പ് തന്നെ വാങ്ങിക്കാം. ഇരുമ്പ് തന്നെ വാങ്ങാം. ഞാൻ വരാം. നമുക്കൊരു ഡേറ്റ് സെറ്റ് ചെയ്തിട്ട് അത്ഭുതകരമായ നിറവും അത്ഭുതകരമായ ഫലമായിരിക്കും. ഒരു 20 ലിറ്റർ എണ്ണ ഉണ്ടാക്കിയേക്കാം അല്ലേ? അപ്പോഴാണ് രസമാകുക. എല്ലാ തവണയും വരുമ്പോൾ ആ വരുന്നതിന് ഒരു ഗുണമായിട്ട് ഇത്തരം സാധനങ്ങൾ തരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രമേഹത്തിനൊരു ശക്തമായ മരുന്നൊക്കെ പറഞ്ഞിട്ട് പോയെ. പ്രമേഹത്തെ നിയന്ത്രിക്കാൻ, പ്രമേഹത്തെ ഭേദാക്കാന്ന് പറഞ്ഞെങ്കിൽ ചുമ്മാ ഈ ചെവികളെ കേട്ട ആ ചെവികളെ പോകുന്നല്ലാണ്ട് പ്രമേഹത്തിന് പറ്റിയൊരു മരുന്ന് ചികിത്സിക്കാൻ അറിയാവുന്നതിന് ലോകത്ത് 10 പേരെ എടുത്താൽ 8 പേർക്ക് പ്രമേഹമാണ്. എനിക്ക് പ്രമേഹത്തിന്റെ ഒറ്റ മരുന്ന് പഠിച്ചിട്ടിരുന്നാൽ മതി. വേറെ ഒന്നും ചികിത്സിക്കും. ഞാൻ പ്രമേഹത്തിനുള്ള മരുന്ന് കൊടുക്കുന്നതെന്ന് പറയുന്നാൽ മതി. കാശാണ് അമ്മ. ഇതിന്റെ അനുഭവം പറഞ്ഞില്ലേ, ഈ താലു അതിനുള്ള എണ്ണയാണ് അനുവാദം പറഞ്ഞത് എള്ളെണ്ണ ഇരട്ടി മതിയാണ്. 3 സാധനം. അതെ 20 ഇരട്ടി മതി. 20 ഗ്രാം. അവന്റെ കാര്യമായിരുന്നു സപ്പോർട്ട് എന്ത് ചെയ്യും? ജയിക്കാനായിട്ട് ഇഞ്ചി ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കണം. വൈകുന്നേരം വെളുത്തുള്ളി അച്ചാർ കൊടുക്കണം. മേടിച്ചാൽ കൊടുക്കരുത്, ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ വിറ്റാമിൻസുകൾ കൊടുക്കുക. വിറ്റാമിൻ എക്സ്ട്രാ വിറ്റാമിൻ ഏത്തപ്പഴം കുടുങ്ങിയത് കൊടുക്കുക, ബട്ടർ കൊടുക്കുക, ചെറുപയർ കൊടുക്കുക, ബദാംപരിപ്പ് കൊടുക്കുക. അതൊക്കെ കൊടുക്കുക. വിറ്റാമിനും ആവശ്യത്തിനുള്ള സാധനങ്ങൾ, ഇലക്കറികൾ കൊടുക്കുക, മുരിങ്ങയുടെ ഇല കൊടുക്കുക, ചീര കൊടുക്കുക. ഇങ്ങനെ 1 മാസം നിർദ്ദേശിച്ച് കുഴച്ചിട്ടുണ്ട്. എന്നോട് പറയാം, ഒരു മരുന്നും വേണ്ട, നമുക്കൊന്നും ഒരു മരുന്നും വേണ്ട, വൈദ്യന്മാർക്ക് ഒരു മരുന്നും വേണ്ട.
വരുന്നില്ലാന്ന് വെച്ചാൽ അസുഖത്തിലേക്ക് വന്നതിന് മുമ്പ് ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുത്താൽ അസുഖം പറ്റില്ല. ഓരോ ഋതുക്കൾക്കും ഉള്ള ഭക്ഷണം കഴിക്കും. ഇപ്പോൾ കഴിക്കേണ്ട ഭക്ഷണമാണ് ജലദോഷം നിങ്ങൾക്കും ഒന്നും വരില്ല. ആ സമയത്ത് കഴിക്കേണ്ട ഭക്ഷണം കഴിക്കും. അതിനുള്ള നമ്മളിതൊന്നും കഴിക്കണില്ല. നമ്മൾ കിട്ടണ ചോറ് കൊണ്ടുവച്ച് നടക്കുമല്ലേ. പിന്നെ ഋതു മാറിയതും അറിയില്ല, വേനൽ വന്നതും അറിയില്ല, വർഷം വന്നതൊന്നും പിന്നെ കർക്കിടകം വന്നു പോയതൊന്നും നമ്മൾ അറിയില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ച് മറ്റേ എന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് എവിടെ കിട്ടും എന്ന് ചോദിക്കും. ഏതൊക്കെ വേണ്ട അല്ലാണ്ട് അവരവരുടെ ആരോഗ്യത്തിനെ പറ്റി ഞാൻ കാണില്ല. നമ്മൾ കണ്ണാടി നോക്കിയാലും തല കാണുള്ളൂ. നമ്മളെ തല നച്ച് നമ്മൾ കാണാറില്ല. പിന്നെ ശ്രദ്ധിക്കുന്നില്ല. ബാക്കിയുള്ള അങ്ങനെയാണ്. കുടിക്കൊരു പാക്കറ്റ് തരാൻ വെള്ളം എടുത്തു. അതിനകത്ത് ആസൂത്രണം നമ്മുടെ ഫോട്ടോക്കാരൻ കൊടുത്ത ഈ വിളിയെ മേടിക്കാൻ കിട്ടണ അല്ലാട്ടോ, മേടിക്കാൻ കിട്ടണ അല്ലാട്ടോ. എന്നാലും നോക്ക് ചോദിച്ചാൽ അസാമാന്യം നമ്മൾ ഉദ്ദേശിച്ചു. ആ കൊച്ചിൻ്റെയൊക്കെ നിറം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അസാമാന്യം നിറം. ഇവർ തന്നെ നല്ല ഇതിലാണ് അവരുടെ പേര്. അവർ തന്നെ നല്ല സൂപ്പർ കളറാണ്. ഇനി പിന്നെ എന്തിനാണ് അപ്പോൾ കൊച്ചിന് കളറുണ്ടായിക്കോട്ടെ എന്നുള്ളൂ. ഭർത്താവും വെളുത്തവരാണ്. അവരുടെ കുടുംബക്കാരെല്ലാവരും നന്നായിട്ട് വെളുത്തവരാണ്. അച്ഛൻ്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും. ഉണ്ടായ കൊച്ചിനെ നമുക്ക് ആകെ ഒരു വിഷമം. കൊച്ചിനെ കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ പുറത്തിറങ്ങും. ഇതെന്നെ ഇങ്ങനെ ഇരിക്കണമെന്ന് ഇതെന്നെ ഇങ്ങനെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാല് പോലെ നീണ്ടുപോയി. അപ്പൊ അത്ര നിങ്ങൾ ആരെങ്കിലും ചേർക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ മുന്നിൽ ചോദിച്ചോളണം. തല്ലി മേടിച്ചൊന്നും നോക്കരുത്. അതുപോലെ നമ്മളെ ഒരു പട്ടിക്കരിപ്പ് കരിപ്പ് കഴിച്ചിട്ടുണ്ടാക്കുന്നുണ്ട്. അതിങ്ങനെ യൂട്രസിൻ്റെ അകത്തില്ല ആഘോഷണം ഇപ്പോൾ ബേബി പുറത്ത് വരാൻ വേണ്ടിയിട്ട് കൊടുത്തതിന് യൂട്രൈൻ കൺട്രാക്ഷൻ കൂടും, അബോർഷൻ ആവുമെന്ന് പറയുന്നത്. അത് പിന്നെ അതിന് ചുരുങ്ങാനുള്ള കഴിവ് അവിടെയുള്ള അന്യവസ്തുക്കൾ തള്ളിക്കളയാനുള്ള മോറലുണ്ട് ഓരോ മരുന്നിനും. ഞാനിപ്പോൾ നിങ്ങൾ അയമാതകം പറഞ്ഞപ്പോൾ ചാടി എടുത്താണ്ടാവും. അയമാതകം അതുപോലെ ഒരേ ആക്ഷനും ഗുണം അതാണെങ്കിലും ഉദ്ദേശം അതാണെങ്കിലും വേറെ ആക്ഷൻ അതിനകത്ത് സംഭവിക്കുന്നില്ല. അതിൻ്റെ ശരിയായ ആക്ഷൻ എന്താണ് ഇടയ്ക്ക് കയറി വരും. ഈ ഔഷധങ്ങളൊക്കെ കൊടുത്തും പഠിച്ചും വീണ്ടും വീണ്ടും വേണം പഠിക്കാതെ. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇത് ഒരു കുരുമുളകിൻ്റെ അത്ര പശുവിൻ്റെ പാലിനകത്ത് ചേർത്താണ്ട് വീര്യം കുറച്ച് ലളിതമായിട്ടാണ് ഈ നോമ്പ് കഴിക്കാവുന്നത്. ഒരു തരി ഇട്ടിട്ട് വേണം പൊട്ടുണ്ടാക്കാൻ. പൊട്ടുണ്ടാക്കി തുടങ്ങണമെങ്കിൽ പൊട്ടുണ്ടെങ്കിൽ അജ്ഞാചക്രം പവറാവും. അജ്ഞാചക്രം പവറാവാനുള്ള നോമ്പ് ചേർത്തൊരു പൊട്ടുണ്ടായിരിക്കും. പിന്നെ എന്തെല്ലാം ചോദിക്കുന്നതിനുള്ള സകല ഉത്തരവുന്നുണ്ടോ? എന്ത് സംഭവിക്കും സ്വാമി? കൊല്ലലായിട്ട് ഭസ്മം ചക്രമെല്ലാം കുളമായി കിടക്കുന്ന രാജ്യം മാത്രം അതാണ് ഇപ്പോഴത്തെ ധ്യാനത്തിന് സംഭവിക്കണേ. വേറെ സംഭവമൊന്നുമില്ല. അതിനൊക്കെ ഒരു കണക്കുണ്ട്. ആദ്യം മുതലേ കറക്റ്റ് ചെയ്ത് പോകണം. ശരീരത്തെ കുറയ്ക്കും. ശരീരത്തെ കുറച്ച് നാച്ചുറൽ പ്രശ്നം ഉണ്ടാവും. കൊച്ചിന് നല്ല ബലമായിരിക്കും. കുങ്കുമപ്പൂ മാത്രം പാലില്ല കഴിച്ചത്. അതുകൊണ്ട് എല്ലാം മൊത്തത്തിൽ നിറവും പഠിച്ചു. അപ്പൊ നമുക്ക് നമ്മളത് പഠിക്കാൻ അധികം കഴിക്കണ്ട. എല്ലും മുടിയും വളരും. അത് കറക്റ്റാവും. അല്ല എല്ലും നിറവും വളരും. മുടിയും വളരും. അത് മുടിയെ പറ്റും. അത്രേ ആവശ്യമുള്ളൂ. ആദ്യം കളപ്പം. നമ്മൾ കളപ്പം കൊടുക്കും. മഞ്ഞ നിറത്തിലിരിക്കണല്ലേ.
കസ്തൂരി മഞ്ഞൾ, കുങ്കുമപ്പൂവ്, ചന്ദനം ഇവ സമം പനിനീരിൽ അരച്ച് ഉണക്കിയെടുത്താൽ അത് ഔഷധവിലുള്ള കളപ്പായി. കളപ്പച്ചാർത്ത് എന്നൊക്കെ പറഞ്ഞ് ദേവന്മാർക്ക് ചാർത്തണല്ലേ, അത് ഒറിജിനൽ സാധനമാണ്. മറ്റത് മേടിക്കണമെന്നൊന്നും കളവല്ല, അത് രാസവസ്തുവാണ്. അത് തൊട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ പൊള്ളലുണ്ടാവും. അടുത്തത് കുങ്കുമം. കളഭം എന്നാണ് അതിന്റെ പേര്. അതുണ്ടാക്കണതാണ് കസ്തൂരി മഞ്ഞൾ, കുങ്കുമപ്പൂവ്, ചന്ദനം ഇവ അരച്ച് പനിനീരിൽ അരച്ച് ഉരുട്ടിയെടുക്കണേന് കളഭം എന്ന് പറയുന്നത്. ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഉണ്ടാക്കുന്ന അത് ഒറിജിനൽ സാധനമാണ്. അത് അപ്പുറം തൊടിക്കാൻ മാത്രമേ കിട്ടുള്ളൂ, അതിൽ പുറത്തേക്ക് കിട്ടൂല. അടുത്തത് കുങ്കുമം. മഞ്ഞൾ നേർമയായി പൊടിച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് ഉണക്കി കുങ്കുമപ്പൂവ് പൊടിച്ച് ചേർക്കുക. അതിന് കുങ്കുമപ്പൂ പറഞ്ഞാൽ ഇതായിരുന്നു പോയത്. മഞ്ഞൾ നേർമയായി പൊടിച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് ഇണക്കണം. അന്നേരം ചുവപ്പ് വരും. മഞ്ഞളും ചെറുനാരങ്ങ നീരുമ്പോൾ കടുപ്പും ചുവപ്പ് വരും. ഉണക്കി കുങ്കുമപ്പൂ പൊടിച്ച് ചേർക്കുക. അതാണ് യഥാർത്ഥ കുങ്കുമം. സ്ത്രീകൾ ഉടനെ ചുവന്ന കുങ്കുമം. അടുത്തത് ചാന്ത്. കസ്തൂരി, ഗോരോചന, പച്ചരി ഇവ നാലും കസ്തൂരി, ഗോരോചനം, പച്ചരി. നോമ്പില്ല. മൂന്നല്ലേ? കസ്തൂരി, ഗോരോചന, ചന്ദനം, പച്ചരി. എത്രയായി? ഇവ നാലും ചുവന്ന കട്ടച്ചെമ്പരത്തി പൂവ് ചതച്ച് കുറുക്കി അതിനകത്ത് പൊടിയും ചേർത്തെടുക്കുന്നതാണ് ചാന്ത്. ഒറിജിനൽ ചാന്തിൻ്റെ കാര്യങ്ങളെ പറയണ്ടേ. അടുത്തത് സിന്ദൂരം. ഈ പൊട്ട് ആൾക്കാർ എല്ലാം ആൾക്കാർ. കസ്തൂരി, പച്ചക്കർപ്പൂരം, അകില്, ചന്ദനം ഇവ അരച്ച് ഉണ്ടാക്കുന്നതാണ് സിന്ദൂരം. കസ്തൂരി, പച്ചക്കർപ്പൂരം, അകില്, ചന്ദനം ഇവ അരച്ചുണ്ടാക്കുന്നതാണ് സിന്ദൂരം. അടുത്ത വേറൊരു സിന്ദൂരം. രക്തചന്ദനം, കർപ്പൂരം, പച്ചക്കർപ്പൂരം, കച്ചോലക്കിഴങ്ങ്, മാഞ്ചി, കുങ്കുമം, രക്തചന്ദനം, പച്ചക്കർപ്പൂരം, കച്ചോലക്കിഴങ്ങ്, മാഞ്ചി, കുങ്കുമം, ഗോരോചനം, വെള്ളച്ചന്ദനം, അകില്, ഇവ അരച്ച് ഉണ്ടാക്കുന്നതാണ് അഷ്ടഗന്ധം. തൊടാനും കൊള്ളാം. ഈ പറഞ്ഞ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണമെന്ന് വെച്ചാൽ മാതംഗം പുരുഷനെ ആകർഷിക്കാൻ, സ്ത്രീനെ ആകർഷിക്കാൻ, ശക്തി വരുത്താനുള്ളതിന് അണിഞ്ഞാൽ വശീകരണം ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഈ സാധനങ്ങളൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോൾ റൂമിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തെ കഥ പറയേണ്ടത് അന്നേരത്തെ ഓരോ പ്രശ്നങ്ങളാവും. ആള് കുറവായത് നന്നായി. പറഞ്ഞപ്പോൾ നിർത്തി പറഞ്ഞേ. ഹൈറ്റ് കൂട്ടാണല്ലോ പറഞ്ഞു. പിന്നെ ലേഹ്യങ്ങൾ, വിറ്റാമിൻസ് ഒക്കെ കൊടുക്കാം. അതൊക്കെ വൈദ്യൻ്റെ ഉദ്ദേശം അനുസരിച്ച് കിട്ടുന്ന രീതി അനുസരിച്ചൊക്കെ ചെയ്യാം. ഗോതമ്പ് കഴിച്ചാൽ നീളം കാൽസ്യം കിട്ടും. പിന്നെ ത്രഫല കഴിച്ചാൽ എല്ലാ വിറ്റാമിൻസും കിട്ടും. ത്രഫലയിൽ അടങ്ങാത്ത സാധനമില്ല. നെല്ലിക്ക കാണിക്ക കിടക്കാം. അത് പൊടിച്ച് തേൻ ചേർത്തോ നെയ്യ് ചേർത്തോ സേവിച്ചാൽ എല്ലാം നീളവും വണ്ണവും പൊക്കവും എല്ലാം വയ്ക്കും. ബുദ്ധി സർവ്വസാധനം വയ്ക്കും. ഒരു കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശുദ്ധീകരണത്തിലേക്ക് വീണ്ടും പോവാം. പുരുഷന്റെ തീർന്നിട്ട് വേണം അടുത്ത കൊച്ചങ്ങളിലേക്ക് അടുത്ത പ്രാവശ്യം കടക്കാൻ.
പൊക്കം വെക്കുന്നതിന് മുമ്പ് പറഞ്ഞാൽ വായിച്ചു പറയാൻ പറയാം. ബുദ്ധിമാനായ കുട്ടികളാണ്. ആ അതിന് മുമ്പ് ശുക്രമഹാത്മ്യ കഷായം. ശുക്രമഹാരാജന് പറഞ്ഞു, ബുദ്ധിമാനായ കൊച്ചെന്ന് പറഞ്ഞു, പിന്നെ എല്ലിൻ്റെ നീളത്തിന് പറഞ്ഞു. ഇനി പിന്നെ വേറെ ഏതാ? പിന്നെ പറഞ്ഞത് പിന്നെ ബുദ്ധി ആരോഗ്യം, അതെ. ബുദ്ധി ആരോഗ്യ ആയുസ് അതുകൊണ്ടൊക്കെ ഉണ്ടായിക്കോളൂ. പിന്നെ രസായന ഔഷധങ്ങൾ കഴിക്കാം. രസായന ഔഷധങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശവനപ്രാശം, വിതാരാതി ലേഹ്യം, അശ്വഗന്ധ ലേഹ്യം, അജാംശ രസായനം, അമുക്കുര രസായനം, കുക്കുട രസായനം. കുക്കുട രസായനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴി രസായനം. ആ പിന്നെ കോഴിക്കുഞ്ഞിരിച്ചത് ആ ജനിച്ചോണ്ട് എനിച്ചല്ല കുറച്ചുകൂടെ വലുതായിട്ട് 1/2 കിലോ ഉള്ള കോഴി. 1/2 കിലോയുടെ കോഴിയാണ് ഇടിച്ചത്. ആ അത് പറഞ്ഞ് എഴുതി വെച്ചോ. അപ്പോൾ കുഞ്ഞ് ഇടിച്ച് വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല ഭയങ്കര ഗുണമാണ്, പുരുഷന്മാർക്കുള്ളതാ. പുരുഷവീര്യം കുറഞ്ഞവർക്ക് പുരുഷവീര്യം വർദ്ധിക്കാനായിട്ട് ഒരു നാടൻ 1/2 കിലോ ഉള്ള കോഴി ഉള്ളിലുള്ള വസ്തുക്കളെല്ലാം കളഞ്ഞ് നന്നാക്കി എടുക്കണം. അതിനകത്ത് കുറേ മരുന്നുകൾ പൊടിച്ചെടുക്കണം. പൊടി നന്നാക്കി എടുത്തു കഴിഞ്ഞിട്ട് പൊടിച്ച മരുന്ന് പൊടിക്കാനുള്ളത് വാൽമുളക്, ത്രികടുക്, ത്രഫല, ഇരട്ടിമധുരം, അമുക്കുരം, അടവതിയും കിഴങ്ങ്, പാടക്കിഴങ്ങ്, പാലമുതുക്കും കിഴങ്ങ്, പാൽമുതുക്കും കിഴങ്ങ്, ഏലക്ക, ഇലവർണ്ണം, പച്ചില, നാഗപ്പൂ, തക്കോലം, തക്കോലം, അമൃതിൻ്റെ 100, അതിൻ്റെ 100, കാട്ടുതിപ്പിലി, ഗജത്തിപ്പിലി, ഇവയെല്ലാം പൊടിച്ച് കരിക്കിൻ വെള്ളത്തിൽ കുഴച്ച് ദുഷ്ട് കളഞ്ഞ കോഴിയുടെ ഉള്ളിൽ വെച്ച് കറുകവള്ളി കൊണ്ട് കെട്ടി കഷായത്തിൽ പുഴുങ്ങി കഷായത്തിൻ്റെ മരുന്ന് ചെയ്തു പുഴുങ്ങാനുള്ള വെള്ളം ഉണ്ടാക്കാനുള്ള കഷായം
ദശമൂലം, കുത്തിരിച്ചുണ്ട വേര്, കാട്ടുഴുന്ന് കാട്ടുപയറ്, കാട്ടുമുതിര, കാർഗോളി, ക്ഷീരകാർഗോളി, ചപ്പങ്ങം, ഏകനായകം, കുറുന്തോട്ടി വേര്, ഊരകത്തിൻ്റെ വേര്, കുറുന്തോട്ടി പേര് ഊരകത്തിൻ്റെ വേര്, ഊരം, ഇവ 2 കഴിച്ച് വീതെടുത്ത് രണ്ട് ലിറ്റർ വെള്ളത്തിൽ വെന്ത് ഒരു ലിറ്റർ ആകുമ്പോൾ പിഴിഞ്ഞരിച്ച് ഈ വെള്ളത്തിൻ്റെ മുകളിൽ കോഴി വെച്ച് ഒന്നിൽ തുണി കൊണ്ട് കെട്ടണം, അല്ലെങ്കിൽ ഒരു കോല് വെച്ചിട്ട് ആ കോലിൻ്റെ മുകളിൽ വെക്കണം. വെള്ളത്തിൻ്റെ മുകളിൽ വെക്കുമ്പോൾ കോഴി ഇരിക്കുമല്ലോ. ഒന്നിൽ ഇങ്ങനെ കിഴി കെട്ടിയിട്ട് ഇതുപോലെ കിഴി കെട്ടിയിട്ട് ഇങ്ങനെ വക്കയിലും കൂടെ കെട്ടി കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിർത്തണം. എന്നിട്ട് ഈ വെള്ളം ചൂടാക്കണം. എന്നിട്ട് ഈ ആവിയിൽ ഇത് പുഴുങ്ങി ആവിക്കകത്ത് ഇറക്കി വെക്കുന്നതിനും കുഴപ്പമില്ല. എന്നിട്ട് അവസാനം വെള്ളം മുഴുവൻ പറ്റിയെടുക്കണം. മുഴുവൻ പറ്റിയെടുത്തിട്ട് അതിൻ്റെ ക്രീമും എടുക്കണം. എന്നിട്ട് ഈ സാധനത്തെ ആ ക്രീം അതിൻ്റെ മുകളിൽ തേക്കണം. കോഴിയുടെ ഈ കഷായം പറ്റി കഴിയുമ്പോൾ അടിയിൽ ഇച്ചിരി കുറുകിയത് കാണും. കോഴി തേക്കണം. അത് കോഴിയിൽ തേക്കണം. എന്നിട്ട് കുരുകുരുന്ന് നോക്കണം, ഒന്നും വെളിയിൽ പോകാതെ. എന്നിട്ട് വെയിലിൽ ഉണങ്ങണം. എന്നിട്ട് പൊടിക്കണം. പൊടിച്ചിട്ട് നെയ്യും തേനും ചേർത്ത് കഴിക്കണം. വയാഗ്രകളിൽ എടുത്ത് കളയാം. ഈ കോഴിയെ പിന്നെ ഉണക്കണം. ആ, അപ്പോൾ ക്രിസ്പി ആവുമോ? വെന്ത് കഴിഞ്ഞിട്ട് കുരുകുരുന്ന് നോക്കണം. എന്നിട്ട് വെയിലത്ത് വെച്ച് ഉണക്കണം. എന്നിട്ട് പൊടിക്കണം. എന്നിട്ട് ആ പൊടി നെയ്യും തേനും ചേർത്ത് കഴിക്കണം. 1 സ്പൂൺ വീതം. വയാഗ്ര എടുത്ത് കളയാം. ഞാൻ വിശദീകരണം ഒന്നും വേണ്ടത്. വയാഗ്ര എടുത്ത് കൊള്ളക്കാതെന്ന് പറഞ്ഞ പോലെ തേനും നെയ്യും ചേർത്ത് തേനും നെയ്യുമ്പോൾ വിഷം ഈക്വലായിട്ട് ചേർക്കരുത്. അതാണ് അങ്ങനത്തെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അതാണ് അറിവ്. നെയ്യ് തേനെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് ഈക്വലായിട്ട് ചേർക്കാൻ പാടില്ല. നെയ്യ് കുറഞ്ഞിരിക്കണം, തേൻ കൂടിയിരിക്കണം. അല്ലെങ്കിൽ നെയ്യ് കൂടിയിരിക്കണം, തേൻ കുറഞ്ഞിരിക്കണം. അങ്ങനത്തെ ചോദ്യത്തിനാണ് വൈദ്യമാവുള്ളൂ. അല്ലാണ്ട് ചുമ്മാ മണ്ടന്മാർ കേൾക്കുന്നത് കേട്ടിട്ട് എന്ത് കാര്യം? അതിനകത്തുള്ള പ്രായോഗിക സാധ്യതകളും അതിൻ്റെ സംശയങ്ങളും അതിനകത്ത് അത് ഊട്ടി ഉറപ്പിക്കുന്ന കാര്യങ്ങൾ ചോദിക്കും. അദ്ദേഹം എവിഡൻസ് തരും. ആളെ കാണിച്ചിട്ട് കഴിച്ചോന്നെ കാണിച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കണവനെ കാണിച്ചിട്ട് എന്നല്ല നമ്മുടെ മനസ്സിലത് ഉറച്ചുള്ളൂ. അല്ലാണ്ട് നമ്മളൊരു ഈസി മട്ടിലത് കേട്ടാൽ പോരാ. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ പഴക്കമുള്ള എത്രയോ രീതിയാണ് പരമ്പരയിൽ നിന്ന് കളിയോലേക്ക് എടുക്കുന്ന സാധനം അറിയാമോ? പുറത്തൊന്നും ഒരു ചാറ്റിനും കിട്ടില്ല. ആ, കരഞ്ഞുകൊണ്ട് കിടക്കണം എന്തോരം ആൾക്കാരുണ്ടെന്ന് അറിയാമോ? എൻ്റെ കാര്യമാണ്. പിന്നെ ഈ ഡോക്ടറെ തോറ്റി അതിൽ വീര്യന്മാരായ പുത്രന്മാർ, ബുദ്ധി ഉണ്ടാവുന്ന പുത്രന്മാർ, ആരോഗ്യം ഉണ്ടാവുന്ന പുത്രന്മാർ, എല്ല് നീളമുള്ളവന്മാർ, നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള എനിക്ക് പൊക്കമുള്ള പുത്രനുണ്ടാവണം, എനിക്ക് IAS ആവാൻ പറ്റി ബുദ്ധിയുള്ള പുത്രന്മാരുണ്ടാവണം, എനിക്ക് സൗന്ദര്യമുള്ള പുത്രന്മാരുണ്ടാവണം. സൗന്ദര്യത്തിന് എഴുതിയാവും എഴുത്. സൗന്ദര്യമുള്ള പുത്രന്മാരുണ്ടാവണം എന്ത് ചെയ്യണമെന്ന്. പശുവിൻ്റെ പാലിൽ ഗോരോചന, കണ്ടിവെണ്ണ,
കസ്തൂരി, കസ്തൂരി, മായാക്ക്, മായാക്ക്, അടപുതിയം കിഴങ്ങ്, ഗോതമ്പിൻ്റെ പൊടി ഇട്ട് പാല് കാച്ചി കുടിക്കുക. നല്ല സിനിമാ നടന്മാർ പിള്ളേരുണ്ടാവും. അത്ര സൗന്ദര്യമുണ്ട്. നല്ല കറുത്ത മുടി, നല്ല സൗന്ദര്യം, നല്ല നെയ്യഴുത് മുഖമൊക്കെ ഉണ്ടാവും. മീശയും താടിയും ഇല്ലാത്ത പരമ്പരയിലാണെങ്കിൽ മീശയും താടിയുള്ള പുത്രൻ ഉണ്ടാകാനുള്ളൊരു യോഗം എഴുതിയിട്ടുള്ളൂ. ഇപ്പോഴും പറ്റും. അതെഴുതും. ആദ്യം അത് എഴുതും. എരുമയുടെ പാല്, എരുമയുടെ പാലിൽ പഞ്ചവും പഴുക്ക, എരുമയുടെ പാലിൽ പഞ്ചവും പഴുക്ക. പഞ്ചം പഴുക്കാൻ പറ്റില്ല. ഇല്ല. ഡോക്ടർ കേട്ടില്ലേ? അതിന് വേറെ പേരെന്നാ പറയുന്നത്? പിന്നെ വേറൊരു പേര് പഞ്ചം പഴുക്കാന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ പശയാണ്. പഞ്ചം പഴുക്ക ഒത്തിരി മരുന്നുകളുണ്ട്. ശുദ്ധിയാണ്. പഞ്ചവും പഴുക്ക. ശുദ്ധീകരണം വേണോ? ശുദ്ധിയൊന്നും വേണ്ട, നേരിട്ട് കഴിക്കാം. കുറച്ച് കഴിക്കാവുന്ന മാത്രമേ ഉള്ളൂ. അതിന് ശുദ്ധിയൊന്നുമില്ല. പഞ്ചവും പഴുക്ക, പഞ്ചവും പഴുക്ക, കയ്യുണ്ണിയം, ഇരട്ടി മധുരം ഇവയിട്ട് കാച്ചി പാല് കുടിച്ചാൽ ഉണ്ടാകുന്ന പുത്രന് മീശ, താടി, രോമങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ വലുതായിട്ട് നന്നായിട്ടുണ്ടാവും. നമ്മുടെ പരമ്പരയിൽ മീശയും താടി കുറവാണ്. കൊച്ചുങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ഇച്ചിരി മീശയും താടി ഉണ്ടാകുമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ ഈ സാധനം കൊടുത്ത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് എരുമപ്പാലിനകത്ത് ഈ മരുന്നുകൾ ചേർത്ത് കാച്ചി കൊടുത്താൽ നല്ല രോമരാജികളോടുകൂടിയ പുത്രനുണ്ടാവും. അതിനകത്ത് ഇതും ചേർത്താനല്ല, ഹോമവും ചേർത്താനല്ല. അത് നമ്മളാട്ടോ, വിധിയല്ല. നമ്മുടെ ജീവിതാനുഭവം കൊണ്ട് വരണം. പിന്നെ താടി മീശ ഉണ്ടാകുന്നത് സൗന്ദര്യം ഉണ്ടാകുന്ന പുത്രൻ പറഞ്ഞു. എല്ലിന് നീളം വയ്ക്കാൻ പറഞ്ഞു. ബുദ്ധി ഉണ്ടാകാൻ പറഞ്ഞു. ഇനി എന്താ? നല്ല സ്വഭാവത്തിന് വേണ്ടിയിട്ട് പുത്രൻ ഉണ്ടാകണമെങ്കിൽ ആർത്തവം കഴിഞ്ഞ് 16ാമത്തെ ദിവസം ബന്ധപ്പെട്ടുണ്ടാകുന്ന പുത്രൻ വാഗ്മിയും ധർമ്മിഷ്ഠനും ബുദ്ധിയുള്ളവനായിരിക്കും 16ാമത്തെ ദിവസം. പിന്നെ അതിന് മരുന്ന് അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു. ഏത് അട്ടത്തിൻ്റെ ക്വാളിറ്റി? അല്ല, ഈ ക്വാളിറ്റി കുറഞ്ഞില്ലേ ഇപ്പോൾ നമ്മൾ 12 ക്വാളിറ്റി പറഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 16ാമത്തെ ദിവസത്തിൽ 16ാമത്തെ ദിവസം പുത്രന് വേണ്ടിയിട്ട് ബന്ധപ്പെടാം. മാറ്റി വയ്ക്കേണ്ട ദിവസമല്ല, 13 മാറ്റി വയ്ക്കേണ്ടത്. 16 വളരെ നല്ല ദിവസമാണ്. നീതിമാനായ പുത്രനുണ്ടോ, വക്കീലൊക്കെ ആവും, ജഡ്ജിയാവും. പിന്നെ എന്നാ ചോദിച്ചിരുന്നു? എന്നെ ചോദിച്ചു സ്വഭാവത്തിൻ്റെ സാരസ്വതാകൃതം ഗർഭിണി സേവിക്കുക, സാരസ്വതാരിഷ്ടം ഗർഭിണി സേവിക്കുക. പശുപാലിനകത്ത് ഉണക്കമുന്തിരിങ്ങ ചേർത്ത് കഴിക്കാം. പശുപാലിൽ അടപുതിയും ചേർത്ത് കഴിക്കാം. പശുപാലിനകത്ത് ബ്രഹ്മി ചേർത്ത് കഴിക്കാം.
വേറെ എന്താ? ഞാൻ ഡോക്ടറെ ഒരു സംശയിക്കാനുണ്ടെങ്കിൽ പുരുഷനെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടോ? പുരുഷൻ്റെ ശുക്ലവർദ്ധനവിന് ശുക്ല മഹാത്മ്യത്തിന് ഓരോ അതിൻ്റെ ഒക്കെ പറഞ്ഞില്ലേ? എന്തെങ്കിലും സംശയമുണ്ടെന്ന് ആലോചിച്ചത് നിങ്ങളുടെ പേഷ്യൻറ്റുകളെല്ലാം ഏതെങ്കിലും പേഷ്യൻറ്റുകളെല്ലാം ഉണ്ടോ? ഏജ് ഉണ്ടാകാനായിട്ട് ഇരട്ട ദിവസങ്ങളിൽ പോയിക്കുക. പീരീഡ് എണ്ണി വെക്കണം. പീരീഡ് എണ്ണി വെച്ചിട്ട് ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മണിക്ക് സ്ത്രീക്ക് രക്തം കണ്ടെന്ന് വെച്ചോ, 12 മണിക്ക് അടുത്ത 12 മണിയാകുമ്പോഴാണ് ഒരു ദിവസം പോകുന്നത്. പിറ്റേ ആ സമയത്ത് വരും 24 മണിക്കൂറാണ് ഒരു ദിവസം. അപ്പം അങ്ങനെ എണ്ണി വരണം. അത് 12ാമത്തെ ദിവസം കണ്ടുപിടിക്കണം. മനസ്സിലായോ? ആ 12ാമത്തെ ദിവസത്തിൽ പോയിച്ചാൽ ഉണ്ടാകുന്ന പുത്രൻ ആണായിരിക്കും. പിന്നെ അതിന് പുരുഷനും സ്ത്രീയും കഴിക്കേണ്ട മരുന്നുണ്ട്. പേരാലിൻ്റെ മുട്ട. പേരാലിൻ്റെ മുട്ട പാലിനകത്ത് പിഴിഞ്ഞ് വലത്ത് മൂക്കിൽ നശ്യം ചെയ്യുക. രണ്ടുപേരെ വലത്ത് മൂക്കിൽ നശ്യം ചെയ്തിട്ട് ബന്ധപ്പെട്ടാൽ പുത്രനാണ് ഉണ്ടാവുള്ളൂ. എക്സ് ക്രോമസോമുകളെയും വൈ ക്രോമസോമുകളെയും സ്വാധീനിക്കാനുള്ള ഔഷധങ്ങൾ നമുക്ക് ഇഷ്ടം അതിലുണ്ട്. മനസ്സിലാവുണ്ടോ? ക്രോമസോമുകളാണ് ഈ ലിംഗം നിർണ്ണയിക്കുന്നത്. ഈ വൈ ക്രോമസോമുകളും എക്സ് ക്രോമസോമുകളെയും നിയന്ത്രിക്കാനുള്ള ഔഷധങ്ങൾ ഒത്തിരി ഉണ്ട്. അതിലൊരു ഔഷധമാണ്, ഒരു സമയമാണ് ഞാൻ പറഞ്ഞത് 12ാമത്തെ ദിവസം. ഒരു ഔഷധമാണ് ഞാൻ പറഞ്ഞത് പെരാലിൻ്റെ മുട്ട പാലിനകത്ത് ചേർത്ത് ബ്രെയിനിൽ നശിച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രെയിനും നമ്മുടെ ശരീരവും ഇടത്ത് ഭാഗം മാത്രം ഉപയോഗിക്കും. പുരുഷൻ നമ്മുടെ അർദ്ധനാരീശ്വര സങ്കല്പമാണ് നമുക്കുള്ളത്. അതിൽ ദേവി ഇടതും ദേവൻ വലതും. പുരുഷ വീര്യങ്ങളെല്ലാം വലതു ഭാഗത്താണ്, സ്ത്രീ വീര്യങ്ങളെല്ലാം ഇടതു ഭാഗത്താണ്. ഇത് തന്നെ ഉദ്ദീപിച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ ഭാഗത്തിനാണ് പവർ കൂടുതലെങ്കിൽ നമ്മൾക്ക് പുരുഷ ഭാവങ്ങൾ കൂടും, ഇടതു ഭാഗത്തിന് പവർ കൂടുതലെങ്കിൽ സ്ത്രീ ഭാവങ്ങൾ കൂടും. അതുമാത്രം പോരാ, ജീനുകളെ സ്വാധീനിക്കാനുള്ള മെഡിസിനുകൾ വേണം. ഇത് ഗർഭകാലത്ത് ചെയ്യുമ്പം 2ാം മാസത്തിൽ ചെയ്യുമ്പോഴേ എഫക്റ്റീവ് ആണോ? 3 മാസം വരെ പറ്റും. 3 മാസം വരെ ലിംഗം നിർണ്ണയിച്ചിട്ടില്ല. അതായത് 3 മാസം കഴിഞ്ഞാൽ അതിനുള്ള നെയ്കളൊക്കെ ഉണ്ട്. ഗർഭിണി ആയി കഴിഞ്ഞിട്ട് മരുന്ന് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കാനൊക്കെ ഉണ്ട്. നപുംസകമായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആണും പെണ്ണും ഇല്ലാത്തവരുണ്ടോ? അതായത് പഠിപ്പിച്ചപ്പോൾ എങ്ങനെയാണ് പറഞ്ഞു. അത് മാത്രമല്ല, ഇത് ബ്രാഹ്മിൺസിനൊരു സിസ്റ്റം ഉണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇത് കൂട്ടുകാരി ഇട്ട് കണ്ടായിരുന്നു. അപ്പോൾ ജനിച്ചപ്പോൾ വലത് മൂക്കിനെ ചെയ്തേ, ജനിച്ചപ്പോൾ ആ കുഞ്ഞെ കണ്ടു. അപ്പം അത് അതിനുള്ള മരുന്നുണ്ട്. ഇരട്ട ദിവസങ്ങളിൽ പുരുഷ പ്രജയ്ക്കും ഒറ്റ ദിവസങ്ങളിൽ സ്ത്രീ പ്രജയ്ക്കും സാധ്യത. രണ്ടുപേരെയും വലത്ത് ഭാഗം വർക്കൗട്ടാണോ ഉദ്ദീപിക്കാനാണോ ചെയ്യുന്നത്? രണ്ടും കൂടി ഉണ്ടാവും. രണ്ടും ഇടത് ഭാഗത്തായിരിക്കണം. അപ്പോൾ വെച്ചാൽ ഇത് ചെന്ന് നമുക്കിടെ സ്വാധീനിക്കപ്പെട്ട എക്സ് ക്രോംസ് വൈ ക്രോംസുകളെ ബലമായിട്ട് പിടിച്ചെടുക്കാനുള്ള ഒരു കഴിവ് വേണം. നമുക്ക് 2 പവറാണുള്ളത്. സൂര്യ പവറും ചന്ദ്ര പവറും. സ്ത്രീ പവറും പുരുഷ പവറും. പുരുഷ പവറിന് സൂര്യനെന്നും സ്ത്രീ പവറിന് ചന്ദ്രപ്രവറെന്നും പറയും. ഇടം പിക്കല വലം പിക്കല നാഡീശാസ്ത്രം അനുസരിച്ചാണ്. അപ്പോൾ അത് ഏത് ഭാഗത്താണോ കൂടുതൽ ഊർജം നിലനിൽക്കണേ ആ ഊർജത്തിൻ്റെ പ്രത്യുൽപാദനം ഉണ്ടാവും. മനസ്സിലാവുണ്ടോ? അത് സ്വയമേ ചിലവർ ഒന്നും ചെയ്യാതെ തന്നെ അങ്ങനെ ആയി വരും. അതാണ് നപുംസകം ഉണ്ടാകാനുള്ള കാരണം. സ്ത്രീയുടെ പവറും കറക്റ്റായി ഒരേപോലെ ആയിരിക്കും, പുരുഷൻ്റെ പവറും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ആണും പെണ്ണും വലതുഭാഗം നല്ല പവർ, സ്ത്രീക്കും ഇടതുഭാഗം നല്ല പവർ ഉണ്ടാവുന്ന പുരുഷന് ഉണ്ടാകുന്ന കുഞ്ഞിന് 2 വീര്യങ്ങൾ കിട്ടും. നമ്മുടെ നാട്ടിലും മറ്റൊക്കെ നപുംസകങ്ങൾ കുറവാണ്. 20 ജാതി നപുംസകങ്ങളുണ്ട്. പെണ്ണിൻ്റെ സ്വരമുള്ളവൻ, പെണ്ണിൻ്റെ രീതി ഇഷ്ടമുള്ളവൻ, പെണ്ണിനെ പോലെ പ്രായമുള്ളവൻ, പുരുഷത്വം ഇല്ലാത്തവൻ എന്ന് പറഞ്ഞിങ്ങനെ നിസ്സാരമായ മാറ്റങ്ങളാണ്.
കാണുമ്പോൾ ആണെന്ന് തോന്നും. പക്ഷേ പ്രവൃത്തിയിൽ പെണ്ണുങ്ങൾ തൊഴിൽ ചെയ്തു. പെണ്ണുങ്ങൾക്ക് അങ്ങനെയുള്ളവർ ഇഷ്ടമില്ല. എന്നുവെച്ചാൽ അവന് തന്നെ പുരുഷത്വം ഇല്ല. പുരുഷത്വം ഇല്ലാണ്ട് ഭാര്യ ഭർത്താവ് കൊണ്ട് അടിയോ സെക്സ് വീരത്തിൻ്റെ ഒരു അച്ചല്ല, അല്ലാണ്ട് തന്നെ നായകത്വം വിട്ടുപോകും. അങ്ങനെ പെണ്ണ് എടുക്കും നായകത്വം. പുരുഷന് കുടുംബവും വീടും അവരെയും കൊണ്ടുനടക്കാനുള്ള പൗരില്ലാണ്ട് പോകും. അത് ജന്മനാണ് കിട്ടുന്നതാണ്, അല്ലാണ്ട് ഇടയ്ക്ക് കിട്ടണമെന്നില്ല. അതൊക്കെ ചോദിക്കണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ആൾ വേണം. നിങ്ങളൊന്നും പോരാ. ഈ പേരാൽമുട്ടിൻ്റെ ഈ മുട്ട പറയുമ്പോൾ ഈ പൂ വരുന്നതാണോ അതോ ഈ ഇലയുടെ മുകളാണോ? പേരാൽമുട്ടിന് പൂ ഉണ്ടാകുന്നവർ പറഞ്ഞു പൂവില്ല. അതിൻ്റെ ഇലകൾ വന്ന് അവസാനിക്കുന്ന പൂമ്പ് മുട്ട അത്രേ ഉള്ളൂ. അല്ലാണ്ട് പേരാൽമുട്ടിന് പൂവായിട്ട് പ്രത്യേകമൊന്നുമില്ല. താമരപ്പൂ പോലെ പൂവൊന്നും വിരിയൊന്നുമില്ല. കുഞ്ഞു പൂവില്ല, വലിയ പൂവില്ല. കായ ഉണ്ടാവും. കായ ഉണ്ടാവുന്നത് തന്നെ അതിൻ്റെ മരത്തേല തടിയല. ആ തടിയൽ ഈ മുട്ടിലൂടെ പരാഗണം നടന്ന് അതേൽ കായ ഉണ്ടാവും. അതിൻ്റെ തൊലിയിലാണ് ഉണ്ടാവുക. അപ്പോൾ എന്നാ ഇഷ്ടസന്താനത്തിനുള്ള കഷായവും മരുന്നുകളൊക്കെ ഉണ്ട്. അത് ഇന്ന് പറയാൻ നോക്കിയില്ല. അത് എന്നുള്ള പുസ്തകം എടുത്തുകൊണ്ട് വന്നിട്ട് വേണം. അതൊക്കെ ഭയങ്കര കറക്റ്റായിട്ട് ചെയ്യേണ്ട കേസുകളാണ്. അതിലൊരു ക്യാപിറ്റൽ. അപ്പോൾ ഇഷ്ടസന്താനം ഉണ്ടാകാനുള്ള ദിവസം ഞാൻ പറഞ്ഞു. പിന്നെ നർസിംഗ് ചെയ്യണ കാര്യം പറഞ്ഞു. വേറെ എന്നാ പിന്നെയല്ലേ പുരുഷ പൗറിനുള്ള ലേഹ്യങ്ങളും മരുന്നുകളും കഷായങ്ങളൊക്കെ ഉണ്ട്. പുരുഷനെ പവറാക്കാനുള്ള ഔഷധങ്ങളുണ്ട്. അത് ഒന്നാമത്തെ കാര്യം അവന് എവിടെയാണ് പുരുഷത്വം കുറവുള്ളതെന്ന് നോക്കണം. പ്രശ്നങ്ങൾ നോക്കണം. പ്രശ്നങ്ങളുടെ വളർച്ച പൂർത്തിയായിട്ടുണ്ടോ, പ്രശ്നങ്ങൾ അതാത് പീരീഡിൽ അത്ര വലിപ്പമുണ്ടോ, ലിംഗവലിപ്പമുണ്ടോ, ലിംഗഭാഗങ്ങളിലുള്ള രോമരാജുകൾ ഉണ്ടോ, ശരീരത്തിനകത്ത് കൊഴുപ്പാണോ കൂടുതൽ, അന്നത്തെ ഒരു പരിശോധന നടത്താനുണ്ട്. ഒരു പയ്യൻ വന്നു കഴിഞ്ഞാൽ ആ പയ്യൻ്റെ പ്രായവും ലിംഗവും കൂടെ ഒപ്പായിരിക്കും. പ്രശ്നങ്ങൾ ചില പുരുഷങ്ങളുടെ ചെറുപ്പത്തിലെ മുണ്ടിനീര് വന്നാൽ ആ പുരുഷന് പ്രശ്നം വലുതാവും. പ്രശ്നം എന്തുവാണെന്ന് കഴിഞ്ഞാൽ കുഞ്ഞിതായിട്ടിരിക്കും. അതിനകത്ത് ശമനം ഉണ്ടാവില്ല, പുരുഷവീര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വലിയൊരു പരാജയമാണ്. അതിന് മാർഗങ്ങളൊക്കെ ഉണ്ട്. എന്നാലതൊന്നും ലോകത്തൊന്നും ഒരു മരുന്നില്ലാത്ത ഒരു സിസ്റ്റം. നമ്മൾ നിസ്സാരമായിട്ട് മുണ്ടിനീരിന് നിസ്സാരമായിട്ട് കരുതും. മുണ്ടിനീര് ഉപകരണ രോഗ സ്കൂളിലൊക്കെ പിള്ളേർക്ക് കിട്ടും. എന്നിട്ട് അവരിവിടെ ചിലപ്പോൾ പനിയുടെ മരുന്നൊക്കെ കഴിച്ചാൽ മാറിയില്ല. കൊച്ചനക്ക് പ്രശ്നത്തിന് വേദന വരും. വേദന വരുമ്പോൾ കൊച്ചു പറയുകയില്ല. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകും. കുറച്ച് ദിവസം പോയി കഴിയുമ്പോഴത്തേക്ക് ഈ അണുക്കളെല്ലാം കൂടി ആ പൈപ്പിനെ നശിപ്പിച്ചിട്ടുണ്ട്. ഒരു കുരു എന്നുള്ള പൈപ്പുകൾ ചുറ്റിയ പ്രശ്നം ഉണ്ടാക്കണം. ആ പൈപ്പിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സകലമാന പ്രശ്നങ്ങൾ നടക്കുന്നത്. ഏറ്റവും നാരോ പരിപാടികൾ നടക്കുന്ന അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 7 തലമുറ മുമ്പുള്ള ജീനുകളും എല്ലാ സാധനവും അവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യണേ. ആ സാധനം പ്രൊഡ്യൂസ് ചെയ്ത് ഈ അണുവിനകത്ത് കയറ്റി വെക്കണമില്ല. എനിക്കിപ്പോൾ ഒരു മറിവുണ്ടെങ്കിൽ എൻ്റെ കൊച്ചിൻ്റെ കൊച്ചിനൊക്കെ ഇവിടെ മറിവ് വരാം. ആ സാധനം കുടുംബത്തിനകത്ത് കയറ്റണ്ടേ. പിന്നെ എൻ്റെ വായനയുടെ ഫ്ലോറ് അല്ലെങ്കിൽ എൻ്റെ നടത്തത്തിൻ്റെ പ്രത്യേകത, എൻ്റെ ഇഷ്ടത്തിൻ്റെ പ്രത്യേകത എല്ലാം ഭയങ്കരമാണ്. ഒരിക്കലും കാണാത്ത ഞാനൊരു ഉദാഹരണം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടുന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ മലബാറിലുണ്ട്. അപ്പോൾ മലബാറിൽ അവിടുന്ന് ഞാൻ വീട്ടിൽ നിന്ന് മലബാറിൽ വരുള്ളൂ. മലബാറിന് പോകുമ്പോൾ അമ്മാവൻ്റെ വീട് എവിടെയാണെന്ന് അറിയാൻ പാടില്ല, അമ്മാവനെ അറിയാൻ പാടില്ല, സ്ഥലം അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല. മലബാറിൽ അമ്മാവനുണ്ടെന്ന് അറിയാം. അമ്മാവൻ അവിടുന്ന് വിട്ടിട്ട് പോകുന്ന അമ്മ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഈ അമ്മാവന് പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മാനന്തവാടി ടൗണിൽ നിന്ന് കഴിഞ്ഞിട്ട് ഒരു ജാക്കി ചാൻ്റെ സിനിമ അവരുടെ അവിടെ പോകുക. ഞാൻ വലിയ ജാക്കി ചാൻ ആരാധന. ഞാൻ അവിടെ കയറി സിനിമ അമ്മാവൻ്റെ വീട്ടിൽ പോണതിന് മുമ്പ് സിനിമ കണ്ടിട്ട് ഇറങ്ങിപ്പോയി പയ്യൻ മുമ്പ് നടന്നു പോവാം. അതുകൊണ്ട് ഞാൻ മുമ്പിൽ കയറി നോക്കിയപ്പോൾ അമ്മാവൻ്റെ മകൻ്റെ മകനാണല്ലോ. എനിക്കത് തിരിച്ചറിയാൻ പറ്റും. അമ്മാവൻ്റെ മൂക്ക്, അമ്മാവൻ്റെ നടപ്പ്, അമ്മാവൻ്റെ പൊക്കം, അമ്മാവൻ്റെ ചങ്കുവിരിവ്, ഇതെല്ലാം. അമ്മാവൻ ഭയങ്കര മലബാറിൽ ഈ കള്ളവാറ്റുകാർക്കടെ തല്ലി പൊട്ടിക്കാൻ പോകാൻ അവൻ പോയി. ഞങ്ങളുടെ ആനയുടെ കൂടെയുള്ള അമ്മാവൻ.
ഇവനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവൻ അമ്മാവൻ്റെ മകൻ്റെ മകനാണ്. ഞാൻ ചെന്ന് പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ആച്ചക്കോട്ടിലേ അല്ലേ? അതെ. ഇയാളാക്കാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ തന്നെ അവൻ ചിരിച്ചു. മൂവാറ്റുപുഴയിൽ അപ്പോൾ തന്നെ അവനെ കൂട്ടി ഞങ്ങൾ അവരുടെ വീട്ടിൽ. അപ്പോൾ ജീനുകളുടെ ആ സ്വഭാവത്തിൻ്റെ ആ പാരമ്പര്യത്തിൻ്റെ ഒരു സീരിയസ്നെസ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ഞാൻ അമ്മാവനെ മാത്രം കണ്ടുള്ളൂ. ഈ അമ്മാവൻ്റെ മോനെ പോലും കണ്ടിട്ടില്ല. എനിക്ക് അന്നേരം തന്നെ ആ ഐഡിയ ഉണ്ട്. ആ അമ്മാവൻ്റെ മൂക്കിനകത്ത് 3 പേരിൽ ഒന്നിച്ച് കയറും. അപ്പോൾ ആ മൂക്കിൻ്റെ ഹോളിങ്ങനെ വലുതാണ്. അപ്പോൾ കൂടുതൽ ഓക്സിജൻ മൂക്കിലൂടെ കയറി പോയിട്ട് ആൾ നല്ല സ്ട്രോങ്ങാണ്. 5 ആൾക്കാരുടെ ഊരാണ്. എക്സൈസുകാരുടെ കൂടെ കള്ളമായിട്ട് തടയാൻ പോലാണ് പുള്ളിയുടെ പണി. എക്സൈസിലാണ് പുള്ളിക്കാരുടെ ആ തോക്കും ലാത്തിയും കുറുടിയൊക്കെ ആയിട്ടല്ല. അവരുടെ കയ്യിൽ പോകുമ്പോൾ ഒരു പടക്കം പോലെ ഏത് പടക്കം പോലെ തോക്കുക നാടൻ തോക്കൊക്കെയാണ്. അതുപോലെ തല്ലി പൊളിച്ചിട്ട് വരും. ഇവരിവിടെ ചാരായ കച്ചവടം നടക്കാൻ ടൗണിൽ ചാരായ കച്ചവടം നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാറ്റെല്ലാം തല്ലി പൊളിക്കാൻ ആ ജോലി. അപ്പോൾ ജീനുകൾക്ക് നിസ്സാരമല്ല. അത് ഓപ്പറേഷൻ ചെയ്യുന്നത് ഭക്ഷണത്തിൻ്റെ ഉള്ളിലാണ്. ആ ഭക്ഷണത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ 7 തലമുറയുടെ എല്ലാം മുഴുവൻ പാരമ്പര്യ ഘടകങ്ങൾ മുഴുവൻ സെറ്റ് ചെയ്യുന്നത് ഈ ഭക്ഷണത്തിൻ്റെ ഉള്ളിലാണ്. അവിടെ നടക്കുന്ന സൂക്ഷ്മ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു സയൻസിനും പറയാൻ പറ്റാത്ത ഗോപ്യമായ സിസ്റ്റമാണ് അവിടെ നടക്കുന്നത്. അതിന് കയറി വരാം. അതിന് അടി കിട്ടിയപ്പോൾ ഫുട്ബോൾ കളിക്കുന്നവർക്ക് അടി കിട്ടിയാൽ വരാം. പിന്നെ ചില കുട്ടികളൊക്കെ പിടിച്ച് പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വരാം. അല്ലെങ്കിൽ മുണ്ടിനീര് വന്ന വരാം. പിന്നെ മാരകമായ ചില രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളെ ബാധിച്ച് പ്രശ്നങ്ങളുടെ പ്രവർത്തനം വന്നിഭവിച്ചിട്ട് അതിൻ്റെ അണുബാണമായിട്ട് പോവാം. അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ അന്നേരം ഇവന് മീശ വരില്ല, ഇവന് പുരുഷത്വം കുറഞ്ഞു പോകും, പിന്നെ ഇവൻ്റെ വളർച്ചയെ ബാധിക്കും. അതൊക്കെയാണ്. അത് നപുംസക സിസ്റ്റത്തിൽ കുറച്ചുകൂടെ വിശദമായിട്ട് പഠിക്കാം. എത്ര നപുംസകങ്ങളുണ്ട്, ഈ ഓരോ നപുംസകങ്ങളെ എങ്ങനെ തിരിച്ചറിയാം, അവരുടെ ഓരോ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, ഓരോ സന്ദർഭോചിതമായിട്ട് ഒരു തമ്മിൽ തന്നെ നടക്കുമെന്ന് വെച്ചോ. എന്തെങ്കിലും നമ്മളെ അവർ തന്നെ ഇവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ വീട്ടിൽ നമ്മളെ വീട്ടിൽ വന്ന് നമ്മുടെ പെണ്ണന്മാരെ അമ്മമാരെ തല്ലിച്ച് പോകുമെന്ന് വെച്ചോ. പുരുഷൻ അല്ലാത്തവനാവല്ലെങ്കിൽ അവൻ കുറിച്ച് കൊണ്ടുപോകും. പുരുഷനാണെങ്കിൽ ചുറ്റു കൊടുക്കും. ഇങ്ങനെ വീട്ടിൽ കയറിയ അമ്മേനെ വീട്ടിൽ ആയിക്കടി അവൻ്റെ അത് കഴിഞ്ഞിട്ട് ഇവൻ ഹെൽത്ത് കൂടുതലാണെങ്കിൽ ഇവൻ വേറെ 10 അടി അടിച്ചോണ്ട്. പക്ഷെ ആദ്യത്തെ അടി ഇവൻ്റെ ആയിരുന്നു. അതിനാണ് വീരെന്ന് പറഞ്ഞു, പവറെന്ന് പറഞ്ഞു, പുരുഷനെന്ന് ഞാണെന്ന് പറഞ്ഞു. അത് വർദ്ധിച്ചു വരും. അത് ഹെൽത്ത് അനുസരിച്ച് ഹെൽത്ത് ഇല്ലെങ്കിലും ചിലർ അടി കൊണ്ടോട്ട് തിരിച്ചു പോവില്ല. പഴക്കമൊന്നും പോവില്ല. അവൻ ചുമ്മാ അടി വഴിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോവില്ല. ഇതാണ് ആ അണക്കമുള്ളവനാണ്, ആ വീര്യമുള്ളവനാണ്. അപ്പോൾ ആ വീര്യമൊക്കെ ഉണ്ടാകുന്നത് ഈ പ്രശ്നങ്ങളാണ്. അവിടെയാണ് എൻ്റെ ശരിയായ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഓരോരുത്തരുടെയും ഗുണം, ഓരോ പിതൃക്കളുടെയും ഗുണം. അതിന് വിശദമായിട്ട് നമുക്ക് ക്ലാസ്സിൽ നവംസത്തിൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് വെച്ചോ. അതിനുള്ള വിഷയം പള്ളി ഒഴിഞ്ഞ, കോലൊഴിഞ്ഞ, നിലം വരണ്ട, ചെത്തിവേരുമേ തോല്, ശതാവേരിക്കിഴങ്ങ്, ചെത്തിവേരുമേ തോല്, ശതാവേരിക്കിഴങ്ങ്, പൂവത്ത്, പൂവത്ത പൂവത്ത് പൂവത്തെന്ന് പറഞ്ഞാൽ മയക്കാട്ടിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ചുവള്ളിക്കൊടിന്ന് പൂവത്തെന്ന് പറയും. അങ്ങാടി വരുന്ന ചുവള്ളിക്കൊടിന്ന് അതിൻ്റെ ബ്രാക്കറ്റ്, പൂവത്തുനിന്ന് ഒറിജിനൽ മേടിക്കുന്നത്. ചതാവിരിക്കഴിഞ്ഞില്ലേ 1 കിലോ
പതിമുഖം, ശങ്കലം വരണ്ട, വരകരി. വരകരി ഇവ കഷായം വെച്ച് സേവിക്കാം. പുരുഷനും സ്ത്രീയും സേവിക്കാം. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞുണ്ടാകുന്ന കുഞ്ഞിന് പൊക്കം കൂടുതലായി. പൊക്കം ഇല്ലാത്തവർക്ക് പൊക്കം പറയാം. അതാണ് വേണം. ഉണ്ടായി കഴിഞ്ഞിട്ട് എനിക്ക് പൊക്കമല്ല. നിങ്ങളുടെ വളർച്ച നിന്നില്ലേ? 25 വയസ്സാകുമ്പോഴത്തേക്ക് വളരുന്ന ഒരു പ്രായത്തിൽ ചെറുപ്പത്തിലെ പൊക്കം നോർമലി ഇല്ല. അല്ല പൊക്കം ഇല്ലാത്ത മാതാപിതാക്കൾ കൊണ്ടായി കുട്ടി അതിൻ്റെ തെളിവെള്ളം എടുത്ത് അതിനകത്ത് ഏറ്റവും കൂടുതൽ കാഴ്ചയുള്ള ചെടി ഏതാണെന്നറിയാം? കോലുകൊഴിഞ്ഞാന്ന് ചെടി. പല്ല്, മുടി, നഖം ഒക്കെ വർദ്ധിക്കാനായിട്ട് കോലുകൊഴിഞ്ഞ ചമ്മന്തിയാണ് പഴയ കാലത്ത് കാരണന്മാർ കഴിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തൃശ്ശൂരൊക്കെ പറഞ്ഞാൽ അവർ കൊണ്ടുതരും. കോലുകൊഴിഞ്ഞാന്ന് പറയും. വള്ളി ഒഴിഞ്ഞ പോലെ തന്നെ ഇരിക്കും, കോലായിട്ട്. വള്ളി ഒഴിഞ്ഞ പോലെ ഇരിക്കും. വള്ളി ഒഴിഞ്ഞാൽ അത് കോലായിട്ട് നിന്നാൽ മതി. ഇരിക്കും അതുപോലെ തന്നെ. എൻ്റെ ഇലയാണില്ല, അത് തണ്ട് ചീരയായിട്ട് ഒഴിച്ച് കഴിക്കും. ആ കോലുകൊഴിഞ്ഞ കുമ്മായത്തിൻ്റെ തെളി കോൽ ശങ്കലം വരണ്ട, എന്തിയാ കോലുകൊഴിഞ്ഞ എരിഞ്ഞല്, പരൽക്കോല്. പരൽക്കോൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാൽസ്യമുള്ള സാധനം. ഇപ്പോൾ തേങ്ങാപ്പാൽ മേമ്പൊടി ചേർത്ത് കഷായം വെച്ച് കഴിക്കുക. പിന്നെ ലേഹ്യം ലേഖിക്കും. 100 നാടൻ കോഴിമുട്ട പുഴുങ്ങി ഉണ്ണി മാത്രം എടുത്ത് ഒരു ഇളം കോഴിയെ കൊന്ന്, ഇളം കോഴിൻ്റെ എല്ല് മൂക്കല്ല്, അതാണ് ഇളം കോഴി എന്ന് പറയുന്നത്. അരികളാറ്, ചുക്കുമുളക് തിപ്പിലി, ഇരട്ടി മധുരം, വാൽമുളക്, ജീരകം 3, ജീരകം 3, ഏലം, ഇലവർണ്ണം, പച്ചില, ഏലം, ഇലവർണ്ണം, പച്ചില, നാഗപ്പൂ, തക്കോലം, ഇവ പൊടിച്ചു ചേർത്ത് പനങ്കൽക്കണ്ടം, നാടൻ ശർക്കര, കൽക്കണ്ടം ഇവ ചേർത്ത് ലേഹ്യമാക്കി ഇവ ചേർത്ത് ലേഹ്യമാക്കി കൽക്കണ്ടം, പനങ്കൽക്കണ്ടം, നാടൻ ശർക്കര 3 കൂട്ടം ചേർക്കണം. ലേഹ്യമാക്കി കഴിഞ്ഞിട്ട് 100 പൊടി ഇടണം.
തേനും നെയ്യും ഒഴിക്കണം. എന്തിൻ്റെ പൊടിയാണ്? പൂവണൂറിൻ്റെ പൊടി. തേനും നെയ്യും ചേർക്കണം. ഇവ ചേർത്ത് ലേഹ്യഭാഗമാക്കി ചെറുപ്രായക്കാരന് കൊടുത്താൽ അവൻ്റെ അസ്ഥിയോടെ സിംഹമോദകം എന്ന് പറഞ്ഞ സാധനമാണ് പവറുണ്ടാകും. ഗജമോദകം എന്ന സാധനമാണ് വണ്ണം. അത് നമുക്ക് പിന്നെ പറയും. ഈ സാധനം കൊടുത്താൽ കുറച്ച് പിള്ളേർക്ക് കൊടുത്താൽ എത്ര ഏജ് വരെ ഏജ് ലിമിറ്റേഷൻ ഉണ്ട്? ഒരു പുരുഷൻ 25 വയസ്സ് വരെ വളരും. ഒരു സ്ത്രീ 17 വയസ്സ് വരെ 18 വയസ്സ് വരെ വളരും. ആ വളർച്ച പീരീഡിൽ കൊടുക്കും. 7 വയസ്സ് വരെ ബ്രെയിൻ വളരും. അത് കഴിഞ്ഞ് ബ്രെയിന് വലിയ മാറ്റമൊന്നും വരില്ല. 7 വയസ്സ് വരെ എങ്ങനെ വേണമെങ്കിലും ഉള്ള വണ്ണം ബുദ്ധിത്തരം മാറ്റിയെടുക്കാം. അതിനുള്ള ഉപയോഗങ്ങൾ നമുക്കുണ്ട്, നമ്മൾ പറയുകയും ചെയ്യും. പിന്നെ ബുദ്ധി വളരാൻ 7 വയസ്സ് വരെ, ശരീരം വളരാൻ 25 വയസ്സ് വരെ പുരുഷന്. സ്ത്രീക്ക് 18-20 വയസ്സാകുമ്പോഴത്തേക്ക് സ്ത്രീയുടെ വളർച്ചയുണ്ട്. പിന്നെ ഇറച്ചി വളരുള്ളൂ. അന്തരാവയവങ്ങളും പിന്നെ പ്രത്യുൽപാദന സിസ്റ്റങ്ങളൊക്കെ ക്ലിയർ ആവുള്ളൂ. എല്ലിനും ബേസിക്കലായിട്ട് മാറ്റം വരും. ഗർഭിണിയായിരിക്കുമ്പോൾ പറഞ്ഞാൽ പാലിനകത്ത് കുങ്കുമപ്പൂവും അടവതിയും കിഴങ്ങും, പാലിനകത്ത് കുങ്കുമപ്പൂവും അടവതിയും കിഴങ്ങും ചേർത്ത് കഴിച്ചാൽ കൊച്ചിന് മുടി ഉണ്ടാവും, വലിയ നീളം വയ്ക്കും. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കൊടുക്കാം. പിന്നെ ഗർഭിണിക്ക് ഗോതമ്പ് കൊടുത്താൽ എല്ലിന് നീളം വയ്ക്കും. സാധാരണ കണ്ടുകൊള്ളും. കുങ്കുമപ്പൂവിൻ്റെ അളവ് ചുമ്മാ 1/2 കിലോ കിട്ടരുത്. ഒരു കുരുമുളകിൻ്റെ അത്ര. അടവമ്പതിയങ്ങളിൽ കുറച്ച് ചുഴ കൂടുതലാണ്. നമുക്ക് അത് എൻ്റെ ചേച്ചിയുടെ നാത്തൂന് കുറച്ചധികം കുങ്കുമപ്പൂ കൂട്ടി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആരാണ്ട് കൊണ്ട് കൊടുത്താൽ പോകുന്നത് കൊണ്ട് കൊടുത്ത കൂടുതൽ കുങ്കുമപ്പൂ ഏതാണ്ട് 200 ഗ്രാമോളം കൊണ്ട് കൊടുക്കും. ഞാൻ പറഞ്ഞു, അയ്യോ അതിങ്ങനെ നിങ്ങൾ അത്ര അളവിലിട്ട് കഴിക്കരുത്. അങ്ങനെ അളവിലിട്ട് കഴിച്ചാൽ കൊച്ചു ക്ഷീണിച്ച് പോകും, കൊച്ചിന് നീളം വയ്ക്കും, കൊച്ചിന് മുടി ഉണ്ടാവും, കാഴ്ചയും പോലും തോന്നും. ഇവരിതൊന്നും ഞാൻ പറഞ്ഞു ഇത് വലിയ വക വെച്ചില്ല. ഈ സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ മുഴുവൻ എങ്ങനെ തിന്ന് തീർക്കാനാണ് ഇവരുടെ നല്ല കൊച്ചുണ്ടാവും, നല്ല നിറം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാണ് തീറ്റ. ഇന്ന് കൊച്ചുണ്ടായപ്പോൾ ഒളി കൊടുക്കും. കൊച്ചിങ്ങനെ നീണ്ടുപോയി. സ്വർണത്തിൻ്റെ നിറം, കൊച്ചിന് നീളം, തല നിറച്ച മുടി, പല്ലുണ്ട്. ഉണ്ടായ ദിവസം വാ തുറന്നപ്പോൾ ആദ്യമായിട്ട് വാ തുറന്നപ്പോൾ പല്ല്. ഈ കാൽസ്യം മുഴുവൻ ഉദ്യോഗിച്ചു. എന്നിട്ട് കൊച്ചിൻ്റെ പല്ല് കുറച്ച് കളഞ്ഞു. ചെറുപ്പത്തിൽ തന്നെ സർജറി ചെയ്ത് പല്ല് കുറച്ച് കളഞ്ഞു. അത് കഴിഞ്ഞു. പിന്നെ വണ്ണം വയ്ക്കാൻ ഞാൻ മരുന്നുണ്ടാക്കി കൊടുത്തു. കൊച്ചിനെ കാണാൻ പേടിയാകുമ്പോൾ നമുക്ക് സാധാരണ കൊച്ചമ്മ കാണുമ്പോൾ ഇത്ര നീളമുള്ള വണ്ണം കുറഞ്ഞിട്ട് കൈവരൽ പോലെ നീണ്ടിരുന്ന നമുക്ക് കൊച്ചിനെ എടുക്കാൻ പേടിയാവും. ഇങ്ങനെ എടുക്കാൻ വേണ്ടി തന്നെ ഈ കൊച്ചിന് എന്നെ പറ്റിയെന്ന് ആൾക്കാർ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തിന്നരുതെന്ന് ഞാൻ തന്നെ പറഞ്ഞു, നിന്നോട് ഇന്ന മാത്രം തീറ്റ ഇല്ലെന്ന് പറഞ്ഞു. അവരുടെ വിചാരം കുശുമ കൊണ്ട് പറഞ്ഞാൽ ഇവർക്ക് കുങ്ങോപ്പൂ അങ്ങനെ കിട്ടാനില്ലല്ലോ. ഇവർക്ക് ഇത് നല്ല ഒറിജിനൽ കുങ്ങോപ്പൂ, യഥാർത്ഥ കുങ്ങോപ്പൂ. അവിടെ ഉണ്ടായത് ഫോറിലേക്ക് പോയിട്ട് തിരിച്ചു വന്നാ ഫോറിൽ നിന്ന് ഇത് അയച്ചു കൊടുത്തത്. അത്ര കറുത്ത മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി കാരണം മുടി വെട്ടിക്കളയാൻ പോലെ. ഈ പെണ്ണ് നമുക്ക് അരയായിരുന്നു. ഒരു 6-7 മാസം കരച്ചു കൊച്ചിൻ്റെ അരയൊക്കെ നോക്കിയിട്ട്. കൊച്ചിനെ കാണുമ്പോൾ കയറ്റില്ല. കൊച്ചിങ്ങനെ നീണ്ടുപോയി കുങ്കുമപ്പൂ